സോ ഹലോ ഗൈസ്, വാട്സാപ്പ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം IPF. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നേക്കുന്ന കാരണം ഇത് എന്ന എല്ലാവരുടെയും ചിന്തയും കാരണം എല്ലാവരുടെയും BR റാങ്ക് കുറഞ്ഞിരിക്കുന്നത്. കാരണം പുതിയ BRൻ്റെ റാങ്ക് തിരിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ സന്തോഷിക്കുക. ഞാൻ കൊണ്ടുവന്നേക്കുന്നു ഫ്രീ ഫയർ ഡെഡ്ലി ക്യാരക്ടർ സ്കിൽ കോംബോ. ഇത് ക്യാരക്ടർ സ്കിൽ കാണും തന്നെ മുമ്പിലുള്ള എനിമി വരെ വരച്ചു പോകും. അത്രയുള്ള ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനാണ് ഞാൻ പറയാം പോകുന്നത്. ഈ ക്യാരക്ടർ സ്കില്ലാണ് നിങ്ങൾക്ക് വെറും കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ ഉണ്ടായിരുന്ന റാങ്കോ അല്ലെങ്കിൽ എത്താത്ത റാങ്കോ നിങ്ങളെത്താൻ സാധിക്കുന്നതാണ്. വെറും കുറച്ച് സമയം വെച്ച് ഒരു 2-3 ആഴ്ചയും കൊണ്ട് നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ വീഡിയോ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനലിലേക്കോ വീഡിയോയിലേക്കോ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഞാൻ താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ വായോ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്യാരക്ടർ സ്കില്ലായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ടത് ഞാൻ പറയത്തെ ക്യാരക്ടർ നമ്മൾ ഇമോർട്ടൽ ക്യാരക്ടറാണ്. അത് നമ്മുടെ സ്വന്തം ഓറിയോൺ ഉപയോഗിക്കുന്ന കാരണം ഇത് നമുക്കൊരു ടെമ്പററി ഒരു കവർ തരുന്നത്. ഇതൊരു റഷിങ് ക്യാരക്ടറായിട്ട് നമുക്ക് വയ്ക്കാം. ഇതിലൂടെ നമുക്ക് ടെമ്പററി കവർ നൽകും. ഇപ്പം നമ്മൾ ഒരു എനിമിക്ക് റഷ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അതിനെ എടുത്തിട്ട് ആദ്യം ആ ഒരു എനിമിയെ കൊന്നിട്ട് നമ്മൾ ഓരോ സ്കില്ലിൽ ഉപയോഗിച്ച് അതിൻ്റെ ടീംമേറ്റിനെ നമുക്ക് 12 HP കുത്തിപ്പിടിച്ചാണെങ്കിൽ നമുക്ക് ആ എനിമിയെ അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓറിയോൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാനുള്ള ബെസ്റ്റ് ക്യാരക്ടർ സ്കില്ലാണ് മിഗ്വയിലെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എനിമിയെ അടിക്കും തോറും നമുക്ക് EP കൂടും. നമുക്ക് എത്രമാത്രം എനിമി അടിക്കും അത്രമാത്രം EP കൂടും. അതെ, നമുക്ക് മിഗ്വയിലും ഓറിയോണും ഏറ്റവും കൂടുതൽ ഡെഡ്ലി കോംബോ ആണ് ഇവർ രണ്ടും. ഓക്കെ, ഇവരെ ഉപയോഗിച്ച് ഓറിയോൺ സ്കില്ല് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മിഗ്വലിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്കിനി കൂടുതൽ എനിമി ഉണ്ടെങ്കിൽ ഒരു എനിമി അടിക്കുമ്പോൾ നമുക്ക് EP കൂടും. അങ്ങനെ നമുക്ക് EP കൂടും. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടർ സ്കില്ലാണ് നമ്മുടെ മാറോൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്നൈപ്പറുണ്ട്. ആ സ്നൈപ്പർ കൊണ്ട് ഞാൻ ലോങ് റേഞ്ചിലുള്ള എനിമി അടിക്കുമെന്ന് വെച്ചാൽ അടിക്കുമ്പോൾ എനിക്ക് കൂടുതൽ റേഞ്ചും ആ ലോങ് റേഞ്ചിലുള്ള എനിമിക്ക് കൂടുതൽ ഡാമേജ് നൽകുകയാണ്. കൂടുതൽ റേഞ്ചും കൂടുതൽ ഡാമേജ് അത് ലോങ് റേഞ്ചിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലോങ് റേഞ്ചിലുള്ള എനിമിക്ക് കൂടുതൽ റേഞ്ചും കൂടുതൽ ഡാമേജ് നമുക്ക് മാറോ സ്കിൽ ഉപയോഗിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ക്യാരക്ടർ സ്കില്ലിലെ അവസാനത്തെ ക്യാരക്ടറാണ് മോക്കോവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എനിമിക്ക് ഡാമേജ് കൊടുക്കുവാണെങ്കിൽ ആ 1% 20 HP എങ്കിലും ഡാമേജ് കൊടുക്കുവാണെങ്കിൽ ആ എനിമിയുടെ കറണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ അവന് കവറിൽ കയറിയെങ്കിൽ നമ്മുടെ എനിമിയുടെ കറണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ടോപ്പ് 2 ഉള്ള ക്യാരക്ടർ സീറ്റ് കോമ്പിനേഷൻ: ഓറിയോൺ, മിഗ്വൽ, മോക്കോ, പിന്നെ മാറോ. ഓക്കെ, നമുക്കിനി ടോപ്പ് 2ലേക്ക് കടക്കാം. ടോപ്പ് 2ലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്വന്തം മങ്കി കിങ് ആയ നമ്മുടെ സ്വന്തം വൂങ്കോങ്ങിനാണ്. അതേ, വൂങ്കോങ്ങിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഓറിയോൺ പോലെ തന്നെ ഒരു ടെമ്പററി കവർ നമുക്ക് ബുഷ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു എനിമി റഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബുഷ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് അതെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വൂങ്കോങ്ങിൻ്റെ സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് സ്പീഡ് മൂവ്മെൻറ്റ് സ്പീഡ് കൂടണമെങ്കിൽ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ സ്വന്തം കിളി. നമ്മുടെ സ്വന്തം കിളിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ സ്കില്ല് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ സ്കില്ലിന് കൂടുതൽ മൂവ്മെൻറ്റ് സ്പീഡും കൂടും. ഓക്കെ, ഇനി റഷ് ചെയ്യാൻ പെർഫെക്റ്റ് ക്യാരക്ടറാണ് വൂങ്കോങ്ങും കിളിയും. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് ഹയാട്ടോ, നമ്മുടെ സ്വന്തം ഹയാട്ടോയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോ HPയിൽ നമ്മുടെ നമുക്ക് 30, 20, 10 HP ഉള്ളെങ്കിൽ നമ്മുടെ ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും. നമ്മുടെ ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുകയും നമുക്ക് എനിമിക്ക് കൂടുതൽ ഡാമേജ് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്വന്തം ഹയാട്ടോയുടെ ഗുണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ വൂങ്കോങ് റഷിങ്ങിന് വേണ്ടി ടെമ്പററി കവറായിട്ട് വൂങ്കോങ് സ്കിൽ ഉപയോഗിക്കുമ്പോൾ മൂവ്മെൻറ്റ് സ്പീഡും കൂടാൻ വേണ്ടിയിട്ട്, പിന്നെ ഹയാട്ടോ ലോ HPയിൽ അല്ലെങ്കിൽ നമ്മുടെ ആർമർ ഡ്യൂറബിലിറ്റി കൂട്ടാനും സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഈ ടോപ്പ് 2ൽ ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനിൽ അവസാനത്തെ ക്യാരക്ടർ ഉപയോഗിക്കുന്നത് മോക്കോൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എനിമിയെ കറണ്ട് ഡാമേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ എനിമിയുടെ
കറണ്ട് ലൊക്കേഷൻ എവിടെയാണോ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഈ 2 ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഇത് BR സോളോ റാങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെറും കുറഞ്ഞ സമയം കൊണ്ട് വലിയ റാങ്കുകൾ എത്താൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.